ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കളിക്കുകയാണ് മിനി ക്രാഫ്റ്റ് ആണ് ഗൈസ്. നമ്മൾ പുതിയ വേൾഡ് തുടങ്ങാൻ വേണ്ടിയാണ് ഗൈസ്. നമുക്കപ്പോൾ വേൾഡ് ചെയ്യാൻ തുടങ്ങാം ഗൈസ്. നല്ല ഗായ്സ്, ഇതേത് സ്ഥലമാണ് ഗൈസ്? നമുക്ക് ആദ്യം വില്ലേജ് വെക്കാൻ പോകാം ഗൈസ്. അതൊരു വില്ലേജ് തപ്പി എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു പറ്റാൻ പോയി ഗൈസ്. വാട്ടർ അടച്ചിട്ടേക്കാം. നന്മമരം പോകുന്നു ഗൈസ്. നമുക്ക് നല്ലൊരു സ്ഥലം തപ്പണേ അടുത്ത് തന്നെ. ഗൈസ്, നമുക്ക് നേരെ കാണുന്ന സ്ഥലത്ത് പോയി പണിയാം. നെതർ ഹബ് പണിയണം, കുറേ പണിയുണ്ടെന്ന് തന്നെ. നമ്മളെ ഇനി ഈ സ്ഥലത്ത് അങ്ങോട്ട് പണിയാൻ പോകണം. ഫസ്റ്റ് നമ്മുടെ ട്രീ ഹൗസ്. നമ്മളിങ്ങനെ പണിയാണെങ്കിൽ നല്ല ഹൈറ്റിലോട്ട് പോകും. നല്ല ഹൈറ്റിൽ പോകണം. എങ്ങോട്ടാ പോണേ? എന്താണ് സൺപാൻ? ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് നെതറിലോട്ട് ഒരു പോർട്ടൽ കണക്ട് ചെയ്യണം. നെതർ ഹബ് പണിയണം. അതാണ് ഇന്നത്തെ ഗോള്. പിന്നെ അടിയിൽ നമ്മളൊരു വില്ലേജ് ഉണ്ടാക്കും. ഹൈറ്റിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഹൈറ്റ് വേണം. ഇത്ര ഹൈറ്റ് പോലും ചിലപ്പോൾ പോർട്ടലൊക്കെ കേവ്സ് പോകാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റൂലേ. ഈ ഗെയിമിനെ കുറിച്ച് പറയാനും പറ്റൂലേ. എന്നാലും ഞങ്ങളൊന്ന് ഓഫ് ക്യാമറയിൽ നിന്ന് കളിച്ച് നോക്കിയതാണ്. ഏതൊരു കേവി പോണായി ഞങ്ങൾ അല്ലടാ. ഇത്ര ഹൈറ്റ് മതി. ഇനി ബാക്കി നമുക്ക് റോസ് വുഡ് നമുക്ക് കുറേ വെക്കണം. വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ മുകളിൽ ഉണ്ടാക്കണം. ഒന്നാമത്തെ ട്രീ ഹൗസ് ഉണ്ടാക്കാത്തത്. യെസ്, ഇത് ട്രീ ഹൗസ് അല്ലേ? യെസ്. വലിയൊരു പ്ലാറ്റ്ഫോം ചുറ്റിന് ഇങ്ങനെ ഇട്ട് കുഞ്ഞതല്ല വലുതാണ് നമ്മൾ ഉണ്ടാക്കണേ. ചെറിയ ലാഗ് ഉണ്ട് ഈ അടുത്ത് ഇതുള്ളത് പറഞ്ഞ്. ടൈഗർ ഫോറസ്റ്റ് നമുക്കിങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ പോർട്ടൽ വഴി മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ വഴി ഉണ്ടാക്കണം. വഴി ഉണ്ടാകാൻ ഞങ്ങൾക്കൊന്നും വയ്യ. നമുക്കിവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഇനി മുകളിലോട്ടൊരു സ്റ്റെയർ വെക്കണം. നമ്മുടെ ബെഡ്റൂമിലോട്ട് ട്രീ വെക്കണം. ലീഫ് വെക്കണം ട്രീ ഹൗസിൽ. ഗൈസ്, ഇത്ര മതി നമുക്കിനി ഇതിനെ മതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ലെവലിൽ ഇങ്ങനത്തെ മതിലും ഇത്ര അല്ല. കാരണം നമ്മൾ ഇത്രയും ചെറുതാക്കാൻ കാരണം ഇതൊരു 3 നില ഹൗസാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നില. ആദ്യത്തെ നമ്മുടെ ചെസ്റ്റ് ആയിരിക്കും വെക്കണം. ചെസ്റ്റും അതുപോലത്തെ അതൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതുപോലത്തെ. ഫസ്റ്റ് നിലയിൽ നമ്മുടെ നെതർ പോർട്ടലും ഉണ്ടാകും. പിന്നെ ഇത് ചെസ്റ്റ് സ്റ്റോറേജ് ഏരിയയും ക്രാഫ്റ്റിംഗ് ഏരിയയും സ്മെൽറ്റിംഗ് ഏരിയ. രണ്ടാമത്തെ ഏരിയയിൽ നമ്മളെ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് കൃഷിയും എല്ലാവിധ
സീഡ്സ് എല്ലാം ഉൾപ്പെട്ടിട്ട് ഒരു വീടാണ് നമ്മളിപ്പോൾ പണിയാൻ പോകുന്നത്. മുകളിലോട്ട് പോകാൻ നമുക്ക് ലാഡർ വെക്കാം, അല്ലെങ്കിൽ ഇത് വെക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് ലെയർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഉള്ളിൽ ടോർച്ച് വെച്ചേക്കുന്നത്. ക്രീപ്പർ മാമ സ്മോളാണ്. നല്ല പാടാ ട്രീ ഹൗസ് പാടിയില്ല, ഇമാതിരി ട്രീ ഹൗസ് ഒക്കെ ഭയങ്കരമാണ്. നമുക്കിവിടെ കയറാൻ വേണ്ടി നമുക്ക് ഈ അറ്റത്ത്, അതായത് ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കാം, ഇവിടെ ലാഡർ വെക്കാനായിട്ട്. നമുക്കപ്പോൾ ഇപ്പം തന്നെ ആ ലാഡർ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ലാഡർ കിട്ടി ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇവിടെ പോയി ട്രാപ്പ് ഡോർ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മളിങ്ങനെ കയറി ഇവിടെ ഈ ലാഡർ ഒന്ന് പൊട്ടിച്ചിട്ട് ആ സ്ഥലത്തൊരു ട്രാപ്പ് ഡോർ വെക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനും ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അടിയിലോട്ട് പോകത്തില്ല. അത് ഇങ്ങനെ അങ്ങോട്ട് ഇതിൽ കൂടി ഇങ്ങനെ കയറാൻ പറ്റി. ഇത് അടച്ചിട്ട് നമുക്ക് അടുത്ത നില പണിയാം. 3 നില കഴിച്ചത് 3 മതി. രണ്ടാമത്തെ നിലയാണിത്. ഇത് നമ്മുടെ സ്റ്റാർട്ടർ ബേസാണ് കേട്ടോ. ഇത് വെറും സ്റ്റാർട്ടർ മാത്രം. നമ്മൾ മെഗാ ബേസ് വരുന്ന എപ്പിസോഡിലായിട്ട് പണിയാൻ നോക്കാം. ഒരു പശു, അതിന് നമുക്ക് ആവശ്യമില്ല ഗൈസ്. നമ്മളൊരു PvP റെഡിയാക്കും. കേവിൽ പോയിട്ട് ഒരു വലിയൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് മോൺസ്റ്റർ സ്പോണായിട്ട് നമ്മുടെ ഫൈറ്റിങ്ങിൻ്റെ സ്കിൽസ് കുറച്ചും കൂടെ നമുക്ക് കൂട്ടാണ്ട് നമ്മൾ PvP സെറ്റ് ചെയ്യണതാണ്. PvP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്കെൽറ്റൻ 5 സ്പോണർ ഉണ്ടാകുന്ന നമ്മൾക്ക് കുറച്ച് സീനായത് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഹൈ ആയിട്ടാണ് ചെയ്യാൻ പോകണം. 5 മോൺസ്റ്റർ സ്പോണർ അതിൽ നിറച്ചും സോംബി സ്പോണറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ ഇത് പറഞ്ഞു തീർന്നു. ഇവിടെ ഒരു ഓട്ടം ഇടണം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ ഒരു മിനിറ്റ്, നേരത്തെ ഇട്ട സ്ഥലത്ത് നോക്ക്. അതല്ല ഈ സ്ഥലം നമുക്ക് അടച്ച് അയ്യോ തലയുടെ മേലെ കൊണ്ട് ഇട്ട് ഗൈസ് ഇവിടെ ടോർച്ച് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് ഫസ്റ്റ് സ്ഥലം ഇവിടെ, സെക്കൻഡ് സ്ഥലം നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടെ ടോർച്ച് വെച്ചേക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലാഡർ സെറ്റ് ഒരു ബ്ലോക്കും കൂടെ പൊങ്ങിയിട്ട് ഒരു ലാഡറും കൂടെ വെക്കണം. ലാഡർ വെച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ടില്ല. പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ വെക്കണം. അപ്പം നേരത്തെ പോലെ തന്നെ ഇനി ഒരു ലെയറും കൂടെ വേണം. അപ്പം നമ്മുടെ വീടിൻ്റെ സൈസ് ഇങ്ങനെ. ഇതെന്താ ഗൈസ് അടിയിൽ ട്രീ? നമുക്കൊരു തൂൺ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ചുറ്റും നമുക്ക് ലീഫ് വെച്ച് കവർ ചെയ്യാം. യെസ് ഗൈസ്, നമുക്ക് ട്രീ വെച്ചിട്ട് ലീഫ് വെച്ച് ട്രീ മൊത്തം കവർ ചെയ്യാം. എന്നാലും ഇതൊരു ഒഫീഷ്യൽ ട്രീ ഹൗസ് എന്നേ പറയുള്ളൂ. ഇതിപ്പോൾ ഒരു മരം വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മണ്ട കൂടെയൊക്കെ ഒരു ലീഫ് വെച്ച് സെറ്റ് ചെയ്ത് ട്രീ ഹൗസ് പോലെ ആക്കി എടുക്കാൻ നോക്കാം. ഇതിൻ്റെ താഴത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം.
നമുക്ക് അടിയിലൊരു സ്വിമ്മിംഗ് പൂളും കൂടെ സെറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ മുകളിലോട്ട് വന്നിട്ട് താഴത്തോട്ട് ചാടാം. കറക്റ്റ് നമുക്ക് കറക്റ്റ് അടിയിലോട്ട് നോക്കി ചാടാൻ പറ്റും. സീനായിരിക്കും. ഇവിടെ നിന്ന് നേരെ അടിയിലോട്ട് ചാടുമ്പോഴേക്കും വെള്ളത്തിലോട്ട് ഞങ്ങൾക്ക് 3 ലെയർ മതി. ഇടയ്ക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി പണിയെടുക്കുക. എന്നാലേ സമയത്തും കാലത്തും വീടിൻ്റെ പണി എത്തത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ പണി ഫുള്ളായി. ഇതിൻ്റെ മുകളിൽ മറ്റേ സ്ഥലം വെച്ച പോലെ എല്ലാം ഒരേതുപോലെ തന്നെ ഇരിക്കണം. പക്ഷേ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശരിയാണ്. ഒരു വീട് പോലെ നമ്മൾ ആക്കിയെടുക്കും. ഒരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ ശരി നമ്മുടെ വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ അതുപോലെ നമ്മൾ ആക്കിയെടുക്കും. അടിയിലേക്ക് ഗൈസ് ഇനി നമുക്ക് മുകളിലോട്ട് പോകാനുള്ള പോർട്ടൽ സെറ്റ് ചെയ്യാം. അവിടെ ഒരു ഓട്ട വെക്കണ്ടേ? ഗൈസ് തൽക്കാലത്തേക്ക് ഇപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഒരു ഓട്ട സെറ്റ് ചെയ്തേക്കാം. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അല്ല മേളിലൊരു ഓട്ട വെക്കണ്ടേ? അത് വെക്കാം. നമുക്കിതെല്ലാം നടക്കണം നോക്കണ്ടേ സെറ്റ്. ഓക്കെ എല്ലാം കാണും. രണ്ടാമത്തെ ലാഡർ നോക്കണം. ഓക്കെ ഈ ലാഡറും ഈ സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാം. ഈ സാധനം ഇവിടെ വെക്കാം. ഇപ്പോൾ ഓക്കെ ഇല്ലേ? ഇറങ്ങാനും പറ്റാണ്ട് ഇപ്പം ഈ സ്ഥലോട്ട് കയറാൻ പറ്റും. അപ്പം അടുത്ത മേളിലേക്ക് പോകാനുള്ള ഡോർ വെക്കാം. ഇനി അടുത്തത് ഈ സ്ഥലം. അയ്യോ എന്താ രാത്രി വേണ്ട. രാത്രി ഒന്നും ഇല്ല. ആരും കൊല്ലാൻ വരാൻ. നമ്മളെല്ലാത്തിനെ കൊല്ലും. നമ്മളെ കൊല്ലാൻ വന്നമാര്. ഇത് നമുക്ക് ഡയറക്റ്റ് സ്വിമ്മിംഗ് പൂൾ. ഇവിടെ നമുക്ക് ടോപ്പിൽ നോക്കാൻ പറ്റും ഏതൊക്കെ ജീവികൾ നമുക്ക് ഇവിടെ നിൽപ്പുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അതിനാണ് ഈ സ്ഥലം. അത് വേണ്ട. ലാഡർ പൊട്ടിച്ചിട്ട് ഈ ടാപ്പ് ഡോർ. ഓക്കെ ഇനി നമുക്ക് അടിയിലേക്ക് പോയി ബാക്കി പറയാം. അതിന് മുമ്പ് മുകളിൽ വീട് പോലെ ആക്കി എടുക്കാം. രാവിലെയാ പറയുക. എന്താണെന്നറിയില്ല. എല്ലാം പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ലീവ്സ് വെച്ച് കൊടുക്കാം. ലിഫോണെന്ന് പറഞ്ഞ സംഭവം ഭയങ്കര റയർ സാധനം. വലിയ ട്രീഡ് സർവൈവല് ഡാർക്ക് ഓക്കിന് വേണ്ട. സ്പ്രൂസ് മരം നമുക്ക് സ്പ്രൂസിന് പറഞ്ഞ പോലെ ഇനി മുകളിൽ നിന്ന് ലൈറ്റ് ഇല്ല. അപ്പോൾ ക്രീപ്പർ മാമൻ്റെ ഫോണാണ്. ഇങ്ങനെ ഒറ്റപ്പ് തട്ടിക്കൊണ്ടു ഇതിങ്ങനെ ഉള്ളിൽ പറയണമെങ്കിൽ എന്നിട്ട് പറയും ഇതാണ് ഫ്രീ ഹൗസ്. നമ്മളെ ശരിയാണ്. നമുക്കൊരു കാര്യം ഇവിടെ ഒരു മരം മരം അങ്ങോട്ട് കുറച്ച് അതിനു മുമ്പില്ലേ എനിക്ക് ഈ ഇതേതാണ്? അയ്യോ അവിടെ ഓട്ടാവുന്ന സാരമില്ല. കോടിക്കണക്കിന് വുഡല്ലേ കയ്യിൽ. അതല്ല അതിനു മുമ്പ് നിൽക്കില്ലേ ഇല? അവിടെ സ്പ്രൂസിൻ്റെ ഇല. ഇത് ആപ്പിള് എന്തിനും സ്പ്രൂസിൻ്റെ ഒരു ഇതാ. ഇനി നമുക്ക് മരം നടാം. മരത്തിന് ആദ്യം നമുക്ക് സ്പ്രൂസ് മരം നടണ്ട. ഓക്കെ സ്പ്രൂസ് നമുക്ക് ഓക്ക് മരം കറച്ചത് നമുക്ക് ഓക്കെ പറഞ്ഞിട്ടുള്ളൂ. വലുതാക്കിയാലോ പെട്ടെന്ന്. നമുക്കത് ഭൂമിയിൽ ടെൻഷൻ